ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് പോകുന്നത് കാസർഗോട്ടെ മാലിക് ദിനാർ പള്ളി കാണാനാണ് കേട്ടോ. കുടുംബസമേതമുള്ള യാത്രയാണ്. നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. ബസ് വരുന്നുണ്ട്. കൃത്യം 5:30 മണിക്ക് ഇരിക്കൂർന്ന് ബസ് പുറപ്പെട്ടത്. ഞങ്ങൾ കല്യാട് നിന്നാണ് കേട്ടോ കയറുന്നത്. ഞാനും എൻ്റെ ഉമ്മയും കുട്ടികളുമാണ് യാത്ര പോകുന്നത്. ഇനിയും കുറച്ച് പേരുണ്ട് ബ്ലാത്തൂരിൽ നിന്ന് കയറുവാൻ. അവരെ കൂടി കൂട്ടിയിട്ട് നമ്മൾ യാത്ര പുറപ്പെടും. രാവിലത്തെ കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ യാത്ര പോകുന്നത് നല്ലതാണ് കേട്ടോ. നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. കുടുംബത്തോടു കൂടി യാത്ര ചെയ്യുമ്പോൾ അതിന് വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. സമയം 8:30 ആയിട്ടുണ്ട്. 2 മണിക്കൂർ യാത്രയാണ് ഇവിടെ എത്തിച്ചേരാൻ എടുത്തത്. ഇനി ആരെങ്കിലും കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ 1 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. 2 മണിക്കൂർ ഒരേ ഇരിപ്പായത് കൊണ്ട് തന്നെ എല്ലാവരും ക്ഷീണിച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ബസ്സിൽ. ക്ഷീണമല്ല, രാവിലെ കുട്ടികളായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ പലരുടെയും ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു പള്ളിയാണ് മാലിക് ദിനാർ മസ്ജിദ്. AD 642 മാലിക് ഇബ്നു ദിനാറും അനുയായികളും ചേർന്ന് സ്ഥാപിച്ച പള്ളിയാണിത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണിത്. പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കേരളീയ പരമ്പരാഗത ശൈലിയിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ്. 2ാം ഖലീഫയായ ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണകാലത്താണ് മാലിക് ദിനാറും 22 അനുയായികളും ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിലെത്തിയത്. കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി 10 പള്ളികൾ പണിതുയർത്തി. അതിലൊന്നാണ് കാസർകോട്ടെ മാലിക് ദിനാർ മസ്ജിദ്. മാലിക് ഇബ്നു ദിനാറിൻ്റെ തായ്വഴിയിലുള്ള മാലിക് ഇബ്നു മുഹമ്മദിൻ്റെ ഖബറിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാതയുടെ ഇരുവശവും ഖബർസ്ഥാനുകളാണ് ഉള്ളത്. ഒരു ഖബറിന് മുകളിൽ തന്നെ 2ഉം 4ഉം പേരുടെ പേരുകൾ നമുക്ക് കാണാൻ പറ്റും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വഴിയാണ് മസ്ജിദിൽ പ്രവേശിക്കാനുള്ളത്. ചെരുപ്പ് പുറത്തഴിച്ച് വെച്ചിട്ട് വേണം പള്ളിയിൽ പ്രവേശിക്കാൻ. ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. വിശാലമായ പള്ളിയാണിത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്ത് മക്ബറകൾ കാണാം. ഈ ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ് നമുക്ക് മാലിക് ദിനാർ എന്നവരുടെ മക്ബറ കാണാൻ കഴിയുന്നത്. നല്ല തിരക്കുണ്ടിന്ന്. യാസീൻ ഓതി സിയാറത്ത് ചെയ്യുന്നതായി നമുക്ക് കാണാം. സ്ത്രീകൾക്ക് ഈ വശത്ത് നിന്നും പുരുഷന്മാർക്ക് മറുവശത്ത് നിന്നുമാണ് സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ.